കുംഭമേളയിലെ വൈറൽ താരത്തിൻ്റെ വിവാഹം പുലിവാൽ കല്യാണമായ സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഈ താരത്തിൻ്റെ ഭർത്താവിനെതിരെ നിലവിലിപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിവാഹം നടക്കുന്നത് കേരളത്തിൽ വച്ചാണ്. കാർമ്മികത്വം വഹിച്ചത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമാണ്. ഈ നേതാക്കളെല്ലാം തന്നെ നിലവിലിപ്പോൾ വെട്ടിലായ സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവായ നന്ദു. കേരളത്തിനകത്ത് ഇത്തരം ഒരു കല്യാണം നടത്തിയതിൻ്റെ പിന്നിൽ CPMന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് മെനഞ്ഞാന്നോടുകൂടി കഴിഞ്ഞു. ഏപ്രിൽ മാസം 9-ാം തീയതി കൂടി ആ ആവശ്യം കഴിഞ്ഞു. അവർക്ക് ഇനി അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവരുദ്ദേശിച്ചത് എന്താണോ ആ ആവശ്യം കഴിഞ്ഞു പോയല്ലോ. കേരളത്തിനകത്ത് ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പെൺകുട്ടിയും ഒരു പയ്യനും കല്യാണം കഴിക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്നത് ആദ്യമായിട്ടാണോ? വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കുന്നതാണോ? എന്തോ ചരിത്ര സംഭവം നടത്തിയതുപോലെയാണല്ലോ CPMൻ്റെ നേതാക്കന്മാർ അതിനുശേഷം ഈ കല്യാണം നടത്തിയതിന് ശേഷം ബൈറ്റ് കൊടുത്ത്. ഞങ്ങൾ ഇതിനകത്ത് കാണുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് കൃത്യമായൊരു അവഹേളനം, ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിക്കാനുള്ളൊരു പ്രൊപ്പഗണ്ടയ്ക്ക് ചില ആളുകൾക്ക് ഇന്ധനം കൊടുക്കാൻ വേണ്ടി, ചില രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇന്ധനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം CPMൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഫൈനൽ കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനകത്ത് അവർക്ക് മുന്നേറും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ആവേശം കാണിക്കുന്ന സഖാവ് ഗോവിന്ദൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളെ ഇതേപോലെ കല്യാണം കഴിച്ചു കൊടുക്കും? ധൈര്യമുണ്ടോ CPMന്? അതിന് ധൈര്യമില്ലല്ലോ. അപ്പോൾ സ്വന്തം മകളുടെ കാര്യം വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ഇനി ഈ 16 വയസ്സാണ് ആയതെന്ന് കേരളത്തിലെ ഒരു മന്ത്രിക്ക് അറിഞ്ഞുകൂടാത്തതാണോ? കുംഭമേള നടന്നപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ആ കുട്ടിയുടെ പ്രായമായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് 6 മാസം കൊണ്ട് 2 വയസ്സ് കൂടുന്ന പ്രത്യേകതരം പ്രക്രിയ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇനി കേരളത്തിനകത്ത് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഇന്നത്തെ LSGD മന്ത്രി എം ബി രാജേഷും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷും അടക്കം കൃത്രിമം നടത്തി കൊടുത്തിട്ടുണ്ട് രേഖകളിൽ. അല്ലാതെ എങ്ങനെയാണ് ആ കുട്ടിയുടെ ആധാർ വന്നത്? അപ്പോൾ ഫ്രോർജറിക്ക് കേസെടുക്കേണ്ടത് ആർക്കെതിരെയാണ്? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാനത്തെ 2 മന്ത്രിമാർക്കുമെതിരെ. അതുപോലെ തന്നെ പോസ്കോ കേസിൽ പ്രതിയാവേണ്ടത് ആരൊക്കെയാണ്? CPMൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ 2 സംസ്ഥാനത്തെ മന്ത്രിമാരും. ഇങ്ങനെ അപഹാസ്യരാവുന്ന ആളുകളായി ഇവർ മാറുന്നു എന്നുള്ളത് കേരളത്തിന് തന്നെ ഇപ്പോൾ അപമാനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മുടെ 2 മന്ത്രിമാരുടെ പണി ഉത്തരേന്ത്യയിൽ നിന്നെങ്ങാനും വരുന്ന പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കലാണെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ തൊട്ട് AKG സെൻറ്ററിലേക്ക് ഫോൺ പോകുന്നെങ്ങനെയായിരിക്കില്ല? ഞങ്ങളൊരു പെൺകുട്ടിയെ വിളിച്ചിറക്കൊണ്ട് വരുന്നുണ്ട്, സംസ്ഥാന സെക്രട്ടറി സമയമുണ്ടെങ്കിൽ ഒന്ന് വന്ന് കല്യാണം നടത്തി തരുമെന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താ? അപ്പോൾ ഈ അവസ്ഥയിലേക്ക് പാർട്ടി തകർന്നു പോയി. അതിനപ്പുറം ഗൗരവമായൊരു കാര്യം, ഇത് രാജ്യദ്രോഹികൾക്കും ഇതിന് മതം മാറ്റത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് പോലെയുള്ള പ്രവർത്തനങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്.